തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദാത്തിലും അല്ലാഹുവിന്റെ സിഫത്തുകളിലും അല്ലാഹുവിന്റെ പ്രവർത്തികളിലും അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കുക. അല്ലാഹു അവന്റെ ദാത്തിൽ അവന്റെ സത്തയിൽ അവൻ ഒരുവനാണ്. അവന്റെ സിഫാത്തുകളിൽ വിശേഷണങ്ങളിൽ അല്ലാഹു ഒരുവനാണ്. അവന്റെ പ്രവർത്തികളിൽ അവൻ ഒരുവനാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു അവന്റെ ദാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ലാഹു അവന്റെ ദാത്തിൽ ഒരുവനാണെന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള ഏകത്വം അവിടെ വിശ്വസിക്കണം. അൽ വഹദതു ഫിദ്ദാത്ത്, അല്ലാഹുവിന്റെ ദാത്തിലുള്ള ഏകത്വം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒന്ന്, അവന്റെ ദാത്തിനെ പോലെയുള്ള മറ്റൊരു ദാത്ത് ലോകത്ത് വേറെ ഇല്ല. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവന്റെ ദാത്തിനെ പോലെയുള്ള മറ്റൊരു ദാത്തില്ല. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ ദാത്ത് അത് പല വസ്തുക്കളെ കൊണ്ട് കൂട്ടി മുറക്കമായൊരു സാധനമല്ല, കൂട്ടിക്കലർക്കപ്പെട്ട ഒരു വസ്തുവല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് അവയവങ്ങളില്ല, അവന് ശരീരമില്ല, അവന് കയ്യോ കാലോ കണ്ണോ അതുപോലെയുള്ള ഒരു അവയവും അല്ലാഹുവിനില്ല. അവന് ചോര, രക്തം അല്ലെങ്കിൽ ഇറച്ചി, തോല്, മജ്ജ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് പടപ്പുകളുടെ സൃഷ്ടികളുടെ വിശേഷണമാണ്, സൃഷ്ടികളുടെ കാര്യമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരാളും ഇല്ല. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ ദാത്തിന് അവയവങ്ങളില്ല. കൈകാലുകളാകുന്ന അവയവങ്ങൾ അല്ലാഹുവിനില്ല. അത് വിശ്വസിക്കുമ്പോഴാണ് തൗഹീദാകുന്നത്. ദാത്തിൽ